ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു ഹിന്ദി ചേംബർ. ഞാൻ ബാബു എൻ പനക്കൽ. ഇന്ന് നമ്മൾ കേരള സിലബസ് +2 ഹിന്ദി യൂണിറ്റ് 3-ലെ മൂന്നാമത്തെ ചാപ്റ്ററായ മുർക്കി ഉർഫ് ബുലാക്കി ചാപ്റ്റർ എഴുതിയത് ശ്രീമതി അമൃത പ്രീതം. അമൃത പ്രീതം പഞ്ചാബിലെ ഗുഞ്ജരാവാല എന്ന് പറയുന്ന സ്ഥലത്ത് 1919 ജനിച്ചു. പഞ്ചാബി ഹിന്ദി ലേഖികയാണ്. അവര് നോവൽ, കഥകൾ, കവിതകൾ, ഓർമ്മക്കുറിപ്പുകൾ, ആത്മകഥ മുതലായവ രചിച്ചിട്ടുണ്ട്. വളരെ പ്രസിദ്ധയാണ് ശ്രീമതി അമൃത പ്രീതം. അമൃത പ്രീതത്തിന്റെ വളരെ പ്രസിദ്ധമായ ഒരു ലേഖനമാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ചാപ്റ്ററിന്റെ പേര് മുർക്കി ഉർഫ് ബുലാക്കി. ചാപ്റ്റർ വളരെ ലെങ്തിയാണ്, അതുകൊണ്ട് നമുക്ക് അത് 2 പാർട്ടായിട്ടാണ് അപ്ലോഡ് ചെയ്യാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. മുർക്കി ഉർഫ് ബുലാക്കി നോക്കാം. പേജ് നമ്പർ 68, 68ാമത്തെ പേജിൽ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്ത്രീക്ക് ചെഹ്റേമേം കോൻസാ ഭാവ് ഛലക്താ ഹെ എന്ന ഒരു ചോദ്യത്തോടു കൂടിയാണ് ആ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ചാപ്റ്ററിലെ പടത്തിൽ കാണിച്ചിരിക്കുന്നത് ഒരു സ്ത്രീയുടെ മുഖം. ആ സ്ത്രീയുടെ മുഖത്തിന്റെ ഭാവം എന്താണ് എന്നാണ് ആദ്യത്തെ ചോദ്യം. അവര് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഭാവമാണ് നമുക്ക് ആ പടത്തിൽ കാണാൻ സാധിക്കുന്നത്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം സ്ത്രീകളുടെ ദുഃഖത്തിൻ്റെതാകുന്ന ഒരു കഥയാണിത് എന്ന് മനസ്സിലാക്കാം. हमारे समाज की बहुत सारी स्त्रियां जिंदगी के विभिन्न मोड़ों पर निरालंब जीवन जीने के लिए विवश बन जाती है. നമ്മുടെ സമൂഹത്തിൽ ബഹുത്ത് സാരി സ്ത്രീയാ, വളരെ സ്ത്രീകൾ ജിന്ദഗിക്ക് വിഭിന്ന മോഡോം പർ, ജീവിതത്തിന്റെ വ്യത്യസ്ത മേഖലകളിൽ നിരാലംബ് ജീവൻ ജീനക്കെ ലിയെ, യാതൊരു സഹായവും ലഭിക്കാതെ ഉള്ള ജീവിതം ജീവിക്കുന്നതിന് വേണ്ടി വിവശ് ബൻ ജാത്തി ഹെ, വളരെ കൂടുതൽ പാടുപെടുന്നു. ഐസി ഏക്ക് നാരി കി കഹാനി പഠേ, അങ്ങനെയുള്ള ഒരു സ്ത്രീയുടെ കഥ നമുക്ക് വായിക്കാം. അതാണ് മുർക്കി ഉർഫ് ബുലാക്കി. നമ്മുടെ ക്ലാസ് ആദ്യമായിട്ടാണ് നിങ്ങൾ കേൾക്കുന്നതെങ്കിൽ ഈ ക്ലാസ്സിനൊരു പ്രത്യേകതയുണ്ട്. അതായത് ക്ലാസ്സിൽ ഒരു അധ്യാപകന്റെ മുൻപിൽ എങ്ങനെയാണോ ഇരുന്ന് നിങ്ങൾ പഠിക്കുന്നത്, അതായത് ടെക്സ്റ്റ് ബുക്ക് ഓപ്പൺ ചെയ്ത് വെക്കുക, കയ്യിൽ ഇതുപോലെ ഒരു പെൻസിലോ പേനയോ കരുതുക. പഠിപ്പിക്കുമ്പോൾ ഏതെങ്കിലും ഒരു വേർഡിന്റെ മീനിങ് അറിയാൻ പാടില്ലെങ്കിൽ അണ്ടർലൈൻ ചെയ്യുക, മുകളിൽ എഴുതിയെടുക്കുക. നമ്മൾ ക്ലാസ് എടുക്കുന്നത് വേർഡ് ബൈ വേർഡ്, സെന്റൻസ് ബൈ സെന്റൻസ് മലയാളത്തിൽ എക്സ്പ്ലെയിൻ ചെയ്താണ് ക്ലാസ്സുകൾ നമ്മൾ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഹിന്ദി പഠിക്കാനായിട്ട് സാധിക്കും. എത്ര പ്രയാസം ഉള്ള കുട്ടികൾക്കും ഹിന്ദി വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാനായിട്ട് നമ്മുടെ ക്ലാസ് പ്രയോജനം ചെയ്യും എന്നെനിക്ക് ഉറപ്പുണ്ട്. മുർക്കി ഉർഫ് ബുലാക്കി. മുർക്കി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇയറിംഗ് എന്നാണ്. ഇയറിംഗ്, ചെവിയിൽ അണിയുന്ന ഒരു തരം വളയൻ, അതാണ് മുർക്കി എന്ന് പറയുന്നത്, ഇയറിംഗ്. ബുലാക്കി, ബുലാക്കി എന്ന് പറഞ്ഞാൽ മൂക്കൂത്തി എന്നാണ്, മൂക്കിൽ അണിയുന്ന ഒരു തരം ആഭരണം. അപ്പൊ മുർക്കി എന്ന് പറയുന്നത് കാതിലണിയുന്ന ആഭരണം, ബുലാക്കി എന്ന് പറയുന്നത് മൂക്കിലണിയുന്ന ആഭരണം, മൂക്കൂത്തി എന്ന് നമ്മൾ പറയും. ഉർഫ് എന്ന് പേരുള്ള എന്നാണ്. ഉർഫ് എന്ന് പറഞ്ഞാൽ വിളിപ്പേരുള്ള എന്നാണ്. അപ്പൊ നമുക്ക് നോക്കാം. ഇവിടെ മുർക്കി ഉർഫ് ബുലാക്കി എന്ന് പറയുന്ന ഈ കഥ ശ്രീമതി അമൃത പ്രീതം രചിക്കുന്നത്, അതിനകത്ത് 2 കഥാപാത്രങ്ങൾ, പ്രധാനപ്പെട്ട 2 കഥാപാത്രങ്ങളെ പ്രകടിപ്പിച്ചുകൊണ്ടാണ്. ഒരു അമ്മയും ഒരു മോനും. അവർ തമ്മിലുള്ള സംഭാഷണമായിട്ടാണ് ഈ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ടെക്സ്റ്റ് ബുക്കിലേക്ക് നോക്കാം. എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് ഓപ്പൺ ചെയ്ത് വെക്കുക. ക്ലാസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. മുർക്കി ഉർഫ് ബുലാക്കി. മാം, മുർക്കി കാ ബ്യാഹ് കബ് ഹുവാ ഥാ. മുർക്കി കാ ബ്യാഹ്, ബ്യാഹ് എന്ന് പറഞ്ഞാൽ വിവാഹം. മുർക്കി കാ ബ്യാഹ് എന്ന് പറഞ്ഞാൽ മുർക്കിയുടെ വിവാഹം. കബ് ഹുവാ ഥാ, എന്ന് നടന്നു.
എന്നായിരുന്നു മുർക്കിയുടെ വിവാഹം. ഇതാണ് ആദ്യത്തെ ചോദ്യത്തോടുകൂടി ഈ കഥ ആരംഭിക്കുന്നത്. मैंने तो कभी उसके पति को देखा नहीं. ഞാൻ അവരുടെ ഭർത്താവിനെ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലല്ലോ. मैंने तो कभी ഞാൻ ഒരിക്കലും उसके पति को അവരുടെ ഭർത്താവിനെ അല്ലെങ്കിൽ അവളുടെ ഭർത്താവിനെ देखा नहीं കണ്ടിട്ടില്ല. लेटा हुआ कुमार चौंक कर बैठ गया और कहने लगा. കിടക്കുകയായിരുന്ന കുമാർ, അപ്പോൾ ഇവിടെ ആ ബാലന്റെ പേര് കുമാർ എന്നാണ്. ആ പുരുഷ കഥാപാത്രമാണ് കുമാർ. ലേട്ടാ ഹുവ കുമാർ ചൗങ്ക് കർ ബൈഠ് ഗയ. കിടക്കുകയായിരുന്ന കുമാർ ഞെട്ടി എഴുന്നേറ്റിരുന്നു. അവർ കഹനെ ലഗ, എന്നിട്ട് പറയാൻ തുടങ്ങി. മേം തോ ജബ് സെ പൈദാ ഹുവാ ഹും. ഞാൻ ജനിച്ച നാൾ മുതൽ അഥവാ എനിക്ക് ഓർമ്മ വെച്ച നാൾ മുതൽ മുർക്കിക്കോ യഹാം ദേക്കാ ഹെ. ഈ മുർക്കിയെ ഇവിടെ കണ്ടിരിക്കുന്നു. അപ്പനെ ഘർ ഇസി പിച്ചലി കോട്ടരിമേം, നമ്മുടെ ഈ വീട്ടിൽ, ഇസി പിച്ചലി കോട്ടരിമേം, ദാ ഈ പിന്നിലെ മുറിയിൽ. ഉസ് അഭാഗി കാ ഭി ബ്യാഹ് ഹുവാ ഥാ. ഉസ് അഭാഗി കാ ഭി ബ്യാഹ് ഹുവാ ഥാ. അമ്മ പറഞ്ഞു, ആ ഭാഗ്യഹീനയുടെ കല്യാണം കഴിഞ്ഞിരുന്നു. തൂ ചോട്ടാ സാധാ, നീ വളരെ ചെറുതായിരുന്നു അപ്പോൾ. 4 വർഷക്ക, നിനക്ക് 4 വയസ്സ് മാത്രം പ്രായം. ഔർ വഹ സസുരാൽ ഗയി ഥി. കുമാർ ചോദിച്ചു അമ്മയോട്. അവർ സസുരാൽ ഗയി ഥി, ഭർതൃഗൃഹത്തിലേക്ക് പോയിരുന്നില്ലേ? സസുരാൽ എന്ന് പറഞ്ഞാൽ ഭർതൃഗൃഹം, ഭർത്താവിന്റെ വീട്. അവർ വഹ സസുരാൽ ഗയി ഥി, അവൾ ഭർതൃഗൃഹത്തിൽ പോയിരുന്നില്ലേ? സസുരാൽ കഹാം ഥാ, ന കോയി ജന്മനെ വാല ഔർ ന കോയി സഹേജിനെ വാല. അമ്മ പറഞ്ഞു, സസുരാൽ കഹാം ഥാ, ഭർതൃഗൃഹം എവിടെയായിരുന്നു? ന കോയി ജന്മനെ വാല, ജനിപ്പിച്ചവനോ വേണ്ട. ഔർ ന കോയി സഹേജനെ വാല, സംരക്ഷകനോ ഇല്ല. അപ്പോൾ ജനിപ്പിച്ചവനോ ഇല്ല, സംരക്ഷിച്ചവനോ ഇല്ല, പിന്നെയല്ലേ ഭർതൃഗൃഹം. മാം മുझे സാരി ബാത്ത് സുന. അമ്മേ, എനിക്ക് അല്ലെങ്കിൽ എന്നോട് മുഴുവൻ കാര്യവും പറയൂ, എന്നോട് മുഴുവൻ കാര്യവും പറഞ്ഞ് കേൾപ്പിക്കൂ. സാരി ബാത്ത്, സാരി ബാത്ത് എന്ന് പറഞ്ഞാൽ മുഴുവൻ കാര്യങ്ങളും എന്നോട് കേൾപ്പിക്കൂ, എന്നെ കേൾപ്പിക്കൂ. ഇസ്കാ ബാപ്പ് ഹമാരെ ഘർ കാ ബഹുത്ത് പുരാന നൗകർ ഥാ. അമ്മ പറഞ്ഞു തുടങ്ങി. ഇവളുടെ അച്ഛൻ, ഇസ്കാ ബാപ്പ് ഇവളുടെ അച്ഛൻ, ഹമാരെ ഘർ കാ നമ്മുടെ വീട്ടിലെ, ബഹുത്ത് പുരാന നൗകർ ഥാ വളരെ പഴയകാലം മുതൽ തന്നെയുള്ള ഒരു വേലക്കാരനായിരുന്നു. നൗക്കർ എന്ന് പറഞ്ഞാൽ വേലക്കാരൻ, പുരാന പഴയത്, അതിന്റെ ഓപ്പോസിറ്റ് നയ എന്നാണ്. തൂ ജബ് പൈദാ ഹുവ, നീ ജനിച്ചപ്പോൾ, ഉസ്നെ മേരെ ആകെ ബിൻതി കി, അയാൾ എന്റെ മുൻപിൽ വന്ന് അപേക്ഷിച്ചു. ബിൻതി കി അപേക്ഷിച്ചു. കി എന്തെന്നാൽ ഗാവ് മേ ഉസ്കി സ്ത്രീ മർ ഗയി ഹേ, ഗ്രാമത്തിൽ അയാളുടെ ഭാര്യ മരിച്ചു. और उसकी लड़की വഹീം ചാച്ചാ കെ പാസ് അക്കേലി രഹത്തി ഹേ, അവിടെ അയാളുടെ പുത്രി ചിറ്റപ്പന്റെ വീട്ടിൽ തനിച്ച് താമസിക്കുന്നു. അയാൾ പറഞ്ഞു, അഗർ മേം മാൻ ജാऊं तो वह अपनी लड़की को यहाँ ले आए. അഗർ മേം, ഞാൻ സമ്മതിക്കുകയാണെങ്കിൽ, വഹ അപ്നി ലഡ്കി കു, അയാൾ തന്റെ പുത്രിയെ, യഹാം ലേ ആയെ, ഇവിടെ കൊണ്ടുവന്ന് ആക്കാം. വോ തുച്ഛെ ഖിലായാ കരേഗി, അവൾ നിന്നെ കഴിപ്പിക്കും. ഔർ റോട്ടി ഖാലിയ കരേഗി, എന്തെങ്കിലും ഭക്ഷണവും അവൾക്ക് കിട്ടും. അമ്മ പറഞ്ഞു. ഫിർ, പിന്നീട് കുമാർ ചോദിച്ചു. मैंने शुक्र किया कि मुझे हाथ का सहारा मिल जाएगा.
ഞാൻ സന്തോഷത്തോടു കൂടി ആ വാക്കുകൾ സ്വീകരിച്ചു. ശുക്രിയ എന്ന് പറഞ്ഞാൽ വെൽക്കം ചെയ്തു. ഞാൻ നന്ദി പറഞ്ഞു. മുझे हाथ का सहारा मिल जाएगा, എനിക്ക് ഒരു കൈസഹായവും ലഭിക്കും. वो लड़की को गांव से ले आया, അയാൾ ആ പെൺകുട്ടിയെ ഗ്രാമത്തിൽ നിന്ന് ഇവിടെ കൊണ്ടുവന്നു. മുഷ്കിൽ സെ 12 വർഷക്ക് ഹോഗി തബ്, കഷ്ടിച്ച് 12 വയസ്സ് പ്രായം മാത്രം അപ്പോൾ അവൾക്ക്. ബഡി മാസൂം സി മാതൃഹീൻ, വലിയ ഒരു നിർദോഷി ആയ അമ്മയില്ലാത്ത ഒരു പെൺകുട്ടി. മാതൃഹീൻ എന്ന് പറഞ്ഞാൽ അമ്മയില്ലാത്ത ഒരു നിർദോഷിയായ പെൺകുട്ടി. മുझे ബഡി ഭലി ലഗി, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു അവളെ. ജബ് ആയി ഇസ്നെ കാലി സൽവാർ പഹൻ രഖി ഥി, അവൾ ഇവിടെ വന്നപ്പോൾ, ജബ് ആയി വന്നപ്പോൾ, ഇസ്നെ കാലി സൽവാർ ഇവൾ കറുത്ത ഒരു സൽവാർ പഹൻ രഖി ഥി അവൾ ധരിച്ചിരുന്നു. ശരീർ പർ ഹരേ രംഗ് കാ കുർത്ത ഥാ, അവൾ ശരീരത്തിട്ടിരുന്നത് പച്ച നിറത്തിലുള്ള ഒരു കുർത്തയായിരുന്നു. ബദൻ സെ ദുർബൽ സി, ശരീരം വളരെ മെലിഞ്ഞിട്ടായിരുന്നു. പർ രംഗ് ബഹുത്ത് സഫേദ്, പക്ഷേ നല്ല വെളുത്തതായിരുന്നു. നയന നക്സ് ഭി സുന്ദർ, കണ്ണുകളുടെ ആകൃതി, നക്സ് എന്ന് പറഞ്ഞാൽ ആകൃതി. നയന നക്സ് ഭി സുന്ദർ, കണ്ണുകൾക്ക് നല്ല ഷെയ്പ്പ് ഉണ്ടായിരുന്നു, നല്ല സുന്ദരമായ കണ്ണുകൾ. കാനോമേം ചാന്ദിക്ക് മുർക്കിയാം, അവളുടെ ചെവികളിൽ വെള്ളിയുടെ ആഭരണമുണ്ടായിരുന്നു. മുർക്കിയാം പഹനേധെ, വെള്ളി ആഭരണം, വെള്ളിയുടെ ഒരു ആഭരണം അവൾ ധരിച്ചിരുന്നു. അവർ നാക്കുമേം സോനേക്ക ചോട്ടാ സ ബുലാക്ക്, മൂക്കിൽ സ്വർണത്തിന്റെ ഒരു വളരെ ചെറിയ ഒരു മൂക്കൂത്തിയും ഉണ്ടായിരുന്നു. ഫിർ കുമാറിനെ ഉത്സുകദാസ്യ പൂച്ച, പിന്നീട് കുമാർ വളരെ താല്പര്യത്തോടുകൂടി ചോദിച്ചു, അവൻ ആകാംക്ഷയോടുകൂടി ചോദിച്ചു, തുച്ഛേത്തോ വഹ അപ്പനെ ഹാത്തോം സെ നഹീ ഖിലാത്തി ഥി, നിന്നെ അവൾ അവളുടെ കൈകൾ കൊണ്ട് അല്ല കഴിപ്പിച്ചിരുന്നത്, പിന്നെയോ അപ്പനെ ജാൻ സെ ഖിലാത്തി ഥി, അവളുടെ പ്രാണൻ പോലെയാണ് നിന്നെ അവൾ കഴിപ്പിച്ചിരുന്നത്. തോ ഉസ്കാ പീച്ച നഹീ ചോട്ടാ ഥാ, നീ ഒരിക്കലും അവളുടെ പിന്നിൽ നിന്ന് മാറിയിരുന്നില്ല. കഭി തോ ഉസ്കി മുർക്കിയോ കോ മുട്ടി ഭർ ലേത്താ ഥാ, ഇടയ്ക്ക് അവളുടെ ഇയറിങ്, അവളുടെ ചെവിയിലെ ആഭരണത്തെ പിടിച്ച് കൈ ചുരുട്ടിപ്പിടിച്ചു വലിച്ചിരുന്നു. ഔർ കഭി ഉച്ചൽക്കർ, ഇടയ്ക്കിടയ്ക്ക് ചാടി അല്ലെങ്കിൽ പിരിഞ്ഞു കുത്തി, ഉസ്കെ ബുലാക്ക് കോ പകട്ടാ ഥാ, അവളുടെ മൂക്കുത്തിയും പിടിച്ചു വലിച്ചിരുന്നു. മേം പ്യാർ സെ കഭി ഉസ്കോ മുർക്കി ബുലാത്തി ഥി, എനിക്ക് സ്നേഹം കൂടുമ്പോൾ ഞാൻ ചിലപ്പോൾ അവളെ മുർക്കി എന്ന് വിളിച്ചിരുന്നു. കഭി ബുലാക്കി, ചിലപ്പോൾ ബുലാക്കി എന്നും വിളിച്ചിരുന്നു. മാ യഹ് മുർക്കി और ബുലാക്കി നാം തൂനെ രഖേ ഥേ, ഈ മുർക്കി എന്നും ബുലാക്കി എന്നുള്ള പേര് അമ്മേ നിങ്ങളാണോ അവൾക്ക് ഇട്ടത്? അമ്മ പറഞ്ഞു, ഹാ मैंने ही उसके नाम रखे थे, ഞാൻ തന്നെയാണ് അവൾക്ക് ആ പേരിട്ടത്. पर न जाने कौन से वक्त रखे थे, പക്ഷെ ഏത് സമയത്താണ് ആ പേരിട്ടതെന്ന് എനിക്ക് അറിയില്ല. ക്യോ, എന്തുകൊണ്ട്? കുമാർ ചോദിച്ചു. വ ജബ് ബഡി ഹുയി 16 വർഷം की, അവൾ വളർന്ന് വലുതായി, അവൾക്ക് 16 വയസ്സായി. 17 വർഷം की, 17 വയസ്സായി. ഉസ്കോ ഖൂബ് രൂപ് ചട് ഗയ, അവൾ വളർന്ന് വലുതായി, യൗവനത്തിലെത്തി. മേം ദാന്തോം തലേ ജീപ്പ് ദേക്കർ കഹത്തി ധി, ഞാൻ ഇടയ്ക്കിടയ്ക്ക് അവളോട് ഇപ്രകാരം പറഞ്ഞിരുന്നു. ദാന്തോം തലേ ജീപ്പ് ദേക്കർ കഹത്തി ധി, കളിയാക്കുന്ന രൂപത്തിൽ ഞാൻ ഇപ്രകാരം അവളോട് പറഞ്ഞിരുന്നു. രീ മുർക്കി കിസ്കെ കാനോമേം പടേകി, നീ ആരുടെ ചെവിയിലെ ആഭരണമായി തീരും? അവർ ഉസ്കി നാക്കുമേം ബുലാക്കി തിരക്ക് ചമക്കേക്കി, ആരുടെ മൂക്കിലാണ് നീ ഒരു മൂക്കൂത്തി പോലെ തിളങ്ങാൻ പോകുന്നത്? കുമാർ മുസ്കുരായ.
ഇത് കേട്ടപ്പോൾ കുമാർ ചിരിച്ചു. ബഡേ സുന്ദർ പഹാഡി ഗീത് ഗാത്തി ഥി. അമ്മ വീണ്ടും പറഞ്ഞു, നല്ല മനോഹരമായ പർവ്വത ഗീതങ്ങൾ അവൾ പാടിയിരുന്നു. ഉടുത്തെ പഞ്ചീബി ഖടേ ഹോ ജാത്തെ ഥേ. പറന്നു പോകുന്ന പക്ഷികൾ പോലും നിൽക്കുന്ന തരത്തിലായിരുന്നു അവളുടെ ആ പാട്ടുകൾ. ഫിർ പിന്നീട് കുമാർ വീണ്ടും ചോദിച്ചു, ഇസ്കെ ബാപ്പിനെ അപ്പനെ ഗാവ് മേ കഹി ഇസ്കാ റിസ്ത കർ ദിയ. ഇതിനിടയിലാണ് ഇവളുടെ അച്ഛൻ ഗ്രാമത്തിൽ നിന്ന് അവൾക്ക് ഒരു ബന്ധം കൊണ്ടുവന്നു, ഒരു കല്യാണ ആലോചന കൊണ്ടുവന്നു. ഈ ലോഗോമേം ലഡ്കിയോം കെ ലിയെ റുപ്പയിലെത്തിയത്. ഈ ആളുകൾക്ക് പെൺകുട്ടികൾ കല്യാണം കഴിക്കുമ്പോൾ പെൺകുട്ടികൾക്ക് രൂപ ലഭിച്ചിരുന്നു. കല്യാണം കഴിച്ചു കൊണ്ടുപോകുന്ന ആളുകൾ പെൺകുട്ടിയുടെ വില കൊടുക്കുമായിരുന്നു. ലഡ്ക അച്ഛാ, ആൺകുട്ടി നല്ലതായിരുന്നോ? കുമാർ ചോദിച്ചു. അച്ഛാ കിസ്ലിയെ ഹോനേതാ. നല്ലത് എങ്ങനെയാകാനാ? ദൂജ ഥ. രണ്ടാം കെട്ടുകാരനായിരുന്നു. ദൂജ എന്ന് പറഞ്ഞാൽ രണ്ടാം കെട്ടുകാരൻ അഥവാ ഭാര്യ മരിച്ചുപോയ പുരുഷൻ എന്നാണ് ദൂജ എന്ന് പറഞ്ഞാൽ അർത്ഥം. ദൂജ ക്യാ ഹോത്താ ഹേ മാം? കുമാർ സംശയത്തോടു കൂടി ചോദിച്ചു. ഈ ദൂജ എന്ന് പറഞ്ഞാൽ എന്താ അമ്മേ? ജിസ്കി പഹലി പത്നി മർ ഗയി ഹോ. ആദ്യ ഭാര്യ മരിച്ചുപോയവനെയാണ് ദൂജ എന്ന് വിളിക്കുന്നത്. ഫിർ തോ ഉസ്കി ബഹുത്ത് ഉമ്ര ഹോഗി. അതുകൂടാതെ അയാൾക്ക് നല്ല പ്രായവും ഉണ്ടായിരുന്നു. ബഹുത്ത് ഭീ ഥി ഔർ ഉസ്മേ ഔർ ഭി അവഗുൺ ഥേ. വളരെ പ്രായമുണ്ടായിരുന്നു എന്ന് മാത്രമല്ല, ഉസ്മേം ഔർ ഭി അവഗുൺ ഥി. അയാൾക്ക് വേറെയും പല ദുർഗുണങ്ങൾ ഉണ്ടായിരുന്നു. അവഗുണ് എന്ന് പറഞ്ഞാൽ ദുർഗുണ് എന്നാണ്. ദുർഗുണങ്ങൾ ഉണ്ടായിരുന്നു. ന ജാനെ ആംഖോ മേ കോയി നുക്സ് ഥാ. ആർക്കറിയാം ആൾക്കാരുടെ കണ്ണുകളിൽ എന്തെല്ലാം മോശം കാര്യങ്ങളാണ് ഉണ്ടായിരിക്കുക എന്ന് പറയുന്നത്. മുझे പൂരി തരഹ് പതാ നഹി. എനിക്ക് അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് അറിയില്ല. പർദ പൈസേ വാല. പക്ഷെ ഒരു കാര്യം അറിയാം, അയാൾ നല്ല പൈസക്കാരനായിരുന്നു. തഭി തോ ഉസ്നെ സ്യാദ പൈസ ദിയേ ഥേ. അതുകൊണ്ട് തന്നെ അയാൾ ഒരുപാട് പൈസ കൊടുക്കാൻ തയ്യാറായിരുന്നു. ഫിർ പിന്നീട് കുമാർ വീണ്ടും ചോദിച്ചു, ബാപ്പിനെ ജബ് ബാത്ത് പക്കി കി യഹ് രാത്ത് ഹി രാത്ത് ഏക് ഷഹരി ലഡ്കെ കെ സാത്ത് ഭാഗ് ഗയി. അച്ഛൻ ഈ രണ്ടാം കെട്ടുകാരൻ ഈ പ്രായമുള്ള ഈ ദുർഗുണനായ ഈ മനുഷ്യനുമായിട്ട് കല്യാണം ഉറപ്പിച്ചപ്പോൾ അവൾ രാക്കിരാമാനം മറ്റൊരു പുരുഷന്റെ കൂടെ ഇറങ്ങിപ്പോയി കളഞ്ഞു. വക്കോന്താ. കുമാറിന് വീണ്ടും ഒരു ആങ്ഷൈറ്റി ഉണ്ടായി. അതാരായിരുന്നു? മേനേത്തോ ദേഖാനഹി. ഞാൻ അയാളെ കണ്ടിട്ടൊന്നുമില്ല. പർ ഖുദ് ഹി ബതാത്തി ഥി. അവൾ സ്വയം പറഞ്ഞിരുന്നു. വോ ബഡാ ഛബീലാ ലഡ്കാ ഥാ. വളരെ സുന്ദരനായ ഒരു കുട്ടിയായിരുന്നു എന്ന്, ഒരു മിടുക്കനായ ആൺകുട്ടിയായിരുന്നു എന്ന് അവൾ സ്വയം പറയുമായിരുന്നു. ഹമാരെ ഇസി ഷഹർ കാ ഹി ഹോഗ. നമ്മുടെ ഈ പട്ടണത്തിലായിരുന്നോ? കുമാർ ചോദിച്ചു. ഇസി ഷഹർ കാ, ഇസി ബസ്തി കാ. ഈ പട്ടണത്തില്, ഈ കോളനിയില്, ഈ സ്ഥലത്ത്. ബഡേ ബാസാർ മേം ജോ ഹോട്ടൽ ഹെ. ആ ഒരു വലിയ മാർക്കറ്റില് ഒരു ഹോട്ടൽ ഉണ്ടായിരുന്നു. വഹീം കാം കർത്താ ഥ. അവിടെയാണ് അവൻ ജോലി ചെയ്തിരുന്നത്. കേക്ക് ബനാത്താ ഥ. കേക്കാണ് അവൻ അവിടെ നിർമ്മിച്ചിരുന്നത്. വീണ്ടും കുമാർ അതിനെക്കുറിച്ച് വീണ്ടും വീണ്ടും ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്നു. പക്ഷേ ആ ലെസൺ വളരെ ലെങ്തി ആയതുകൊണ്ട് നമുക്ക് ഒറ്റയടിക്ക് അതങ്ങ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് പഠിക്കുമ്പോൾ ബോറടിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഫസ്റ്റ് പാർട്ടായിട്ട് നമ്മൾ ഇവിടം വരെ അപ്ലോഡ് ചെയ്യുകയാണ്. സെക്കൻഡ് പാർട്ട് ഉടൻ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ ക്ലാസ് മനസ്സിലായെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും മറ്റുള്ളവർക്കുമായിട്ട് ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം. നമുക്ക്
ഈ ക്ലാസിൻ്റെ മുർക്കി ഉർഫ് ബുലാക്കി എന്ന ഈ കഥയുടെ 2ാം പാർട്ടുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.